Hi guys, welcome back to my channel. This is Ashi. എല്ലാവർക്കും സുഖല്ലേ? By the way, happy Valentine's Day everyone in love with the partner or in love with themselves. എല്ലാവരും ഒരേപോലെ വാലന്റൈൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ മേക്ക് ദിസ് ഡേ സ്പെഷ്യൽ. ഐ എം ഓൾസോ ഹിയർ ടു മേക്ക് മൈ ഡേ സ്പെഷ്യൽ. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡെസേർട്ട് വെച്ചിട്ടാണ്. കാരണം ഇതെനിക്ക് ചില്ല് ചെയ്യാനുള്ളതാണ്. സോ ആദ്യം തന്നെ ഇത് ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻ ചെയ്ത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഡിന്നർ ടൈം നമുക്ക് സെറ്റ് ആവുമല്ലോ, അത് കാരണം. സോ ഫസ്റ്റ് ഞാൻ ബ്രെഡ് എടുത്തു, അതിൻ്റെ എഡ്ജസ് കട്ട് ചെയ്ത് കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് പാലെടുത്തിട്ടുണ്ട്. ടെട്രാ പാക്കിൻ്റെ പാലാണ് ഞാൻ എടുത്തത്. നിങ്ങൾ ചൂടാറിയ പാലും യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് സ്ട്രോബെറി എസൻസ് ഒഴിക്കുന്നുണ്ട്. അത് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ കണ്ടൻസ് മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പഞ്ചസാരയും യൂസ് ചെയ്യാം. എൻ്റെ അടുത്തുണ്ട്, കുറച്ച് ബാക്കി വരുന്നുണ്ട്, വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് ഇതിലേക്ക് യൂസ് ചെയ്തതാണ്. സോ നൗ നമ്മുടെ മെയിൻ പാർട്ട് ഓഫ് അവർ ഡെസേർട്ട് ആണ്. ഫസ്റ്റ് കുറച്ച് ഫ്രഷ് ക്രീം വേണം. ഓൾമോസ്റ്റ് ഹാഫ് ഓഫ് ദിസ് പാക്കാണ് ഞാൻ എടുത്താണ്. അതിലേക്ക് നമ്മൾ ഒരു ചെറിയ പാത്രം കണ്ടൻസ് മിൽക്ക് ആണ്. ഇതിൻ്റെ ബാക്കിയായിരുന്നു ഞാൻ അവിടെ യൂസ് ചെയ്തത്. സോ നിങ്ങൾക്ക് മധുരത്തിൻ്റെ അക്കോർഡിംഗ്ലി ഇതിൻ്റെ അളവ് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാട്ടോ. അതേമാതിരി ഈ മിശ്രിതം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറേ ഉണ്ടാക്കണമെങ്കിൽ കുറേ മിക്സ് ചെയ്തെടുക്കാം, ഫുൾ പാക്സ് യൂസ് ചെയ്യാം. എനിക്ക് കുറച്ച് വേണ്ട, അത് കാരണമാണ് ഞാൻ എൻ്റെ അക്കോർഡിംഗ്ലി എടുത്തത്. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്യുക. ഇതിൻ്റെ മധുരം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഞാൻ ഇങ്ങനത്തെ ചെറിയ ബോളിലാണ് വയ്ക്കാൻ പോണത്. ബിക്കോസ് എനിക്ക് സ്പെസിഫിക് ഒരാൾക്ക് അങ്ങനത്തെ ഒരു രീതിയാണ്. ഇപ്പം ഞാൻ മിക്സ് ചെയ്ത് വെച്ച മിൽക്കില്ലേ, സ്ട്രോബെറി മിൽക്ക് എസൻസ് ഒഴിച്ചത്, അത് ഒഴിച്ചു ബ്രെഡ് സോക്കാവാൻ വേണ്ടി. അത് കഴിഞ്ഞ് ഞാൻ ഈ മിശ്രിതം അതിലേക്ക് ഒഴിക്കുകയാണ്. ബ്രെഡിലേക്ക് പാല് ഒഴിച്ചില്ലെങ്കിൽ നമ്മുടെ ബ്രെഡിന് ഒരു ഫ്ലേവർ ഉണ്ടാവില്ല. ഇതാണെങ്കിൽ സീപ്പും ചെയ്യില്ല ബ്രെഡിൻ്റെ അകത്ത്. ബ്രെഡ് ഭയങ്കര ഡ്രൈ ആവും എൻഡ് റിസൾട്ടിൽ. സോ നമ്മളിത് ലെയറിങ് ചെയ്യാണ്. ആദ്യം ബ്രെഡ്, പിന്നെ ഈ പാല്, അതാണ് സ്ട്രോബെറി മിൽക്ക് എന്ന് പറയുമ്പോൾ തൽക്കാലത്തിന്. അത് കഴിഞ്ഞ് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ച കണ്ടൻസ് മിൽക്ക്, ഫ്രഷ് ക്രീം, മിൽക്കുള്ള അത്, അങ്ങനെ ലെയർ. എനിക്ക് 3 ലെയർ വേണ്ടി വന്നു. നിങ്ങൾക്ക് എത്രയാണോ അക്കോർഡിംഗ്ലി വെക്കാം. എന്നിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് കുറച്ച് ഇടുന്നുണ്ട്. എനിക്ക് ഇങ്ങനെ ചെയ്തിട്ട് ടേസ്റ്റ് ടെസ്റ്റ് ആയ കാരണമാണ് ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്യണത്. സോ ദിസ് ഇസ് ഡൺ. 2 ബോൾ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഞാനിത് ക്ലോസ് ചെയ്തിട്ട് ഞാൻ റെഫ്രിജറേറ്റ് ചെയ്യാനാണ് പോകുന്നത്. ഇത് ഞാൻ ഓൾമോസ്റ്റ് ഒരു 2-3 hours വെച്ചു. തെറ്റിയിട്ട് ഞാൻ ഫ്രീസറിൽ വെച്ചു, എന്നിട്ട് മാറ്റിയിട്ടോ. ഇനി നമുക്ക് മെയിൻ കോഴ്സ് പരിപാടിയിലേക്ക് കിടക്കാം. സോ ഞാൻ ആദ്യം പാനിൽ ബട്ടർ ഇട്ടു. ആൻഡ് ദെൻ ഞാൻ ഇതിലേക്ക് ഗാർലിക് ആഡ് ചെയ്യാൻ പോവാണ്. നമ്മളിവിടെ ബീട്രൂട്ടിൻ്റെ പാസ്തയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. സോ ഐ ഗോണ കോൾ ഇറ്റ് ബീറ്റ് പാസ്ത. സോ ആദ്യം ബട്ടർ, ദെൻ ഗാർലിക്, ദെൻ അനിയൻസ് റഫ്ലി ചോപ്ഡ് ആണ്. ഗാർലിക്കൊന്നും ഞാൻ ചോപ്പേ ചെയ്തിട്ടില്ല, അങ്ങനെ ഇട്ടു. ആൻഡ് സോട്ടേ ചെയ്യാണ്. ഇവർ നന്നായി വഴണ്ട് വന്നു കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ബീട്രൂട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഇതുണ്ടോ, ഇപ്പോൾ ഓൾമോസ്റ്റ് വഴണ്ട് വന്നു കേട്ടോ. ആൻഡ് ബീട്രൂട്ട് ഞാൻ നല്ല ചെറുതായിട്ടാണ് കട്ട് ചെയ്യുന്നത്. നല്ലതെന്ന് പറഞ്ഞാൽ അത്ര ചെറുതല്ല, എന്നാലും കുറച്ചും കൂടി പെട്ടെന്ന് വെന്ത് വരാനും വേണ്ടിയിട്ട്. പേഷ്യൻസ് കുറവാണല്ലോ, അത് കാരണം ഞാൻ ഇങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്. ഇത് നമുക്ക് നന്നായി വഴണ്ട് വന്നു കഴിഞ്ഞ ശേഷം നമുക്കിതിലേക്ക് പാലൊഴിക്കാം. ഞാൻ ഇന്ന് ഡെസേർട്ട് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നില്ല, അത് തന്നെയാണ്, ആ മിൽക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. മീൻ വൈൽ ഞാൻ അപ്പുറത്ത് വെള്ളം തിളച്ചു, അതിലേക്ക് ഞാൻ പാസ്ത ആഡ് ചെയ്യാണ്. ആൻഡ് ഇതിലേക്ക് ഞാൻ ഓൾറെഡി ഉപ്പും കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ ഓലിവ് ഓയിൽ, ഏത് ഓയിൽ നിങ്ങൾക്ക് പ്രിഫറബിൾ ഒഴിക്കുക, ഇട്ട് കഴിഞ്ഞിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇടയ്ക്ക് ഇതൊന്ന് ചെക്ക് ചെയ്യണം. ഇത് തിളച്ച് മറിയുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നമ്മളുടെ ബീട്രൂട്ട് ഇപ്പോൾ ഇത് പാലിൽ കിടന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്, തിളച്ചുടങ്ങി കേട്ടോ. ഇത് ആണ് ഏകദേശം നമ്മൾക്ക് വേണ്ടത്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിപ്പോൾ ഇങ്ങനെയാവും.
ഇതൊന്ന് തണുത്ത് ആറിക്കഴിഞ്ഞിട്ട് നമുക്ക് ഒരു മിക്സർ ബ്ലെൻഡർ ജാറിലേക്ക് ഇടാം. അതിലേക്ക് നമുക്ക് കുറച്ചും കൂടി ഫ്രഷ് ക്രീം ഇടാം. ഇത് ഫെറ്റ ചീസാണ്. ഫെറ്റ ചീസിന് ഉപ്പുള്ള ഒരു ചീസാണ്. സോ ഉപ്പ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇട്ടാൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഉപ്പ് കൂടും. ഇതിലേക്ക് ഞാൻ ആസ് യൂഷ്വൽ ഒറിഗാനോ, പെപ്പർ പൗഡർ, പിന്നെ ചില്ലി ഫ്ലേക്സ്, നിങ്ങൾക്ക് വേണമെങ്കിൽ പെരി പെരി പൗഡർ ഉള്ള ഏതെങ്കിലും ഹെർബ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇടാം. ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം. നിങ്ങൾക്ക് ഇത് അരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കാം കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇതുണ്ടാക്കിയ പാനിക്ക് തന്നെ കുറച്ചും കൂടി ബട്ടർ ആഡ് ചെയ്തിട്ട് നമ്മളത് റീഹീറ്റ് ചെയ്തെടുക്കാം കേട്ടോ പാനെ. മീൻവൈൽ ഐ വോണ ആഡ്, ഇതൊന്നും എൻ്റെ സ്വന്തം റെസിപ്പി അല്ല കേട്ടോ, ഞാൻ യൂട്യൂബിൽ കണ്ട് പഠിച്ചതാണ്. ഇനി നമ്മൾ അരച്ചെടുത്ത ബീട്രൂട്ടിൻ്റെ പേസ്റ്റ് നമുക്കിതിലേക്ക് ഒഴിക്കാം, പാനിലേക്ക് ഒഴിക്കാം. എന്നിട്ട് ഇളക്കി കൊടുക്കണം, അടി പിടിക്കാൻ സാധ്യത കുറച്ച് കൂടുതലാണ് അത് കാരണം. എന്നിട്ട് നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച്, കുറച്ച് ഭയങ്കര തിക്കല്ലാവുക, നമുക്ക് കുറച്ച് ലൂസൻ ചെയ്യാൻ വേണ്ടി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ പാസ്ത വാട്ടർ ഉണ്ടെങ്കിലും ജാറിൽ ഒഴിച്ചിട്ട് അത് തന്നെ ഇതിലേക്ക് ഒഴിച്ചാലും കുഴപ്പമില്ല. ഓൾവേസ് പാസ്ത വാട്ടർ നമ്മൾ ഡ്രെയിൻ ചെയ്തെടുക്കുമ്പോൾ ഫുള്ളായിട്ട് കളയരുത്, മാറ്റി ഉറപ്പായിട്ടും വെക്കണം. കാരണം നമുക്ക് ലൂസൻ തിക്കണൊക്കെ ചെയ്യാൻ വേണ്ടി ആവശ്യം വരും. ഇപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, എനിക്ക് കുറവുള്ളതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാണ്. ഫെറ്റ ചീസ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉപ്പ് നോക്കി തന്നെ ഇടണതിന് നല്ല ഉപ്പുണ്ട് കേട്ടോ. നമ്മൾ വെന്ത് കഴിഞ്ഞ പാസ്ത ഞാൻ ഡ്രെയിൻ ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞ് സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കതിലേക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതിൽ മിക്സ് ചെയ്യാം. എന്ത് ഭംഗിയുള്ള കളറല്ലേ, വാലന്റൈൻസ് ഡേക്ക് പറ്റിയ ഒരു ഐറ്റമാണ്. നല്ല കളറാണ്, വെരി ബ്യൂട്ടിഫുൾ. ഒരു കളർ ആഡ് ചെയ്യണ്ട, വെറും ബീട്രൂട്ടാണ്. ഞാൻ പാസ്ത വാട്ടർ ഒഴിച്ചു കേട്ടോ കുറച്ച്, ഇത് ലൂസണാക്കാനേ, ഇങ്ങനെ പറ്റില്ല, കുറച്ച് ലൂസായാലല്ലേ സെറ്റ് ആവുള്ളൂ. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് പാമസൻ ചീസ് ഞാൻ ഗ്രേറ്റ് ചെയ്തിടുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ്. അങ്ങനെ നമ്മളുടെ ബീറ്റ് പാസ്ത ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. റെഡി ആയി, ഇത് ബ്യൂട്ടിഫുൾ അല്ലേ, യം. അപ്പോൾ മെയിൻ കോഴ്സായി, ഡെസേർട്ടായി, ഒരു ഡ്രിങ്ക് വേണ്ടേ. അപ്പോൾ നമുക്ക് ഒരു ഗ്ലാസ്സിൽ വെള്ളത്തിൽ ചിയാ സീഡ് ഇട്ടിട്ട് ഞാൻ സോക്ക് ചെയ്യാൻ വെച്ചു. ഇനി നമുക്ക് ലെമൺ ജ്യൂസ് ഉണ്ടാക്കാം, മിൻറ്റ് ലൈം ഉണ്ടാക്കാം. സോ ഞാൻ മിൻറ്റ് ഇട്ടു, ഞാൻ അത് കഴിഞ്ഞ് ഒരു ചെറിയ ജിഞ്ചർ, പിന്നെ 3 ലെമൺ, ഒരു ലെമനും ഒരു അര പീസും, 1.5 പീസ് ഓഫ് ലെമൺ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ കുറേ പേർക്ക് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ലെമൺ യൂസ് ചെയ്യാം. ഇനി ഞാൻ അതിലേക്ക് ഷുഗർ ഇട്ടു, സോൾട്ടും ഇടും കേട്ടോ ഞാൻ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം, ഓപ്ഷണൽ. എന്നിട്ടൊരു ഏലക്ക ഇട്ടിട്ടുണ്ട്, കുറച്ച് ഐസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടിയിട്ടൊന്ന് അരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് വെള്ളം ചേർത്ത് ഫുള്ളായിട്ട് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ മിൻറ്റ് ലൈം റെഡിയാണ്. ഐ തിങ്ക് ഇതായിരുന്നു ഏറ്റവും ഈസിയസ്റ്റ് സ്റ്റെപ്പ്. ഭയങ്കര റിഫ്രഷിങ് ആണ്. ഐ വാസ് റിയലി ടയേർഡ് ബൈ ദി എൻഡ് ഓഫ് ദിസ്. സോ ഭയങ്കര റിഫ്രഷിങ് ആണ്. നമുക്ക് ചിയ സീഡ് ഇരിക്കിടാം, സബ്ജ സീഡ് വേണമെങ്കിലും ഇടാം കേട്ടോ. എൻ്റെ അടുത്ത് ചെയ്യാണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ചിയ സീഡ് ഇട്ടു. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, അപ്പോൾ ഇത് ഭയങ്കര റിഫ്രഷിങ് ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. സോ അപ്പോൾ അങ്ങനെ നമ്മുടെ വാലന്റൈൻസ് ഡേ സ്പെഷ്യലായ ഡ്രിങ്ക് ഉണ്ടാക്കി കഴിഞ്ഞു. ദാറ്റ് ഈസ് മിൻറ്റ് ലൈം. നല്ല കളറല്ലേ, പച്ച. എല്ലാവരും വാലന്റൈൻസ് ഡേ അടിച്ച് പൊളിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളുടെ ബീറ്റ് പാസ്ത, പിന്നെ മിൻറ്റ് ലൈം. ഞാൻ ഇവിടെ ഒരു മിൻറ്റ് വെക്കാം കേട്ടോ, ഒരു ഭംഗിക്ക് വേണ്ടി. നല്ല രസമല്ലേ. പിന്നെ നമ്മളുടെ ഫ്രീസറിൽ വെച്ച, പിന്നെ ഫ്രിഡ്ജിക്ക് മാറ്റിയ ഡെസേർട്ടും റെഡി ആയിട്ടുണ്ട്. അതിനാണ് ഞാൻ അത് നേരത്തെ തന്നെ ചെയ്ത് വെച്ചു കേട്ടോ. നല്ല തണുത്ത് സെറ്റായി ഈ സമയമാകുമ്പോൾ പെർഫെക്റ്റ് ആവുള്ളൂ. അങ്ങനെ നമ്മളുടെ ഡിന്നർ ഡേറ്റ് സ്പെഷ്യൽ റെഡിയാണ്. കളറായിട്ടുണ്ട് അല്ലേ, അത് സ്ട്രോബെറി ആട്ടോ മേലെ വെച്ചാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസമായിരിക്കട്ടെ. ഇഫ് യു ലൈക്കിംഗ് മൈ ചാനൽ, ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.